കുഞ്ഞിൻ്റെ ജീവനാണ് ആര്യ നഷ്ടമായത്. ആ സമയത്തും അവർ മാനേജ്മെൻറ്റ് രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹം ാണ് ഈ ഇവരുടെ ഒരു പ്രവൃത്തി എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. ഈ കുട്ടിയുടെ മൃതദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷമാണ് ഈ മാനേജ്മെൻറ്റുമായിട്ട് നമ്മൾ സംസാരിച്ചത്. മാനേജറോടടക്കം സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഈ വൈദ്യുതി ലൈൻ പോകുന്നത് സ്കൂളിനോട് ചേർന്നേ അല്ല എന്നുള്ളതാണ്. ആ കള്ളത്തിന് ഏതാണ്ട് ഒരു 1-1.5 മണിക്കൂറിൻ്റെ വ്യത്യാസം, ഒരു ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ വന്ന് നേരിട്ട് കാണുമ്പോൾ ദൃശ്യങ്ങൾ സഹിതം നമുക്ക് പുറത്തെത്തിക്കാൻ സാധിക്കുന്നു. കാര്യം ആ വൈദ്യുതി കമ്പി കടന്നു പോകുന്ന അനധികൃതമായി നിർമ്മിച്ച ഒരു സൈക്കിൾ ഷെഡിന് മുകളിൽ കൂടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് ദൃശ്യങ്ങൾ സഹിതം കാണിക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണത്തിലേക്ക് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തെറ്റുണ്ടെങ്കിൽ തെറ്റ് സംഭവിച്ചു എന്ന് പറയാനുള്ള അല്ലെങ്കിൽ ആർജവം ഉണ്ടാവണം. സമീപത്തെ വീട്ടിലേക്ക് പോകുന്ന വൈദ്യുതി കമ്പിയാണ്, 3 ഫേസ് വൈദ്യുതി കമ്പിയാണ്. അതെല്ലാം നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇപ്പോൾ നഷ്ടമായത് 13 വയസ്സുകാരൻ്റെ ഒരു ജീവനാണ്. ആ ജീവൻ വെച്ചിട്ട് പോലും അവർ പറയുന്നത് ഒരു കാരണവശാലും ആ പഴയ മാനേജ്മെൻറ്റിൻ്റെ പ്രതികരണങ്ങൾ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു വൈദ്യുതി കമ്പിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നേരത്തെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തു കൊണ്ടുവന്നതാണ്. ആ ദൃശ്യങ്ങൾ ആ വൈദ്യുതി കമ്പി കടന്നു പോകുന്നത് ആ സൈക്കിൾ ഷെഡിന് തൊട്ട് മുകളിൽ കൂടി തന്നെയാണ്. അത് അവരുടെ ഒരു അനാസ്ഥ തന്നെയാണ്. കാര്യം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ കടന്നു പോവുകയാണെങ്കിൽ അത് അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായ സർക്കുലർ ഇറക്കിയിരുന്നു. ഈ വൈദ്യുതി കമ്പിക്ക് മുകളിലേക്ക് ഏതെങ്കിലും മരങ്ങൾ ചാഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് വെട്ടിമാറ്റണം. ഇത്തരത്തിൽ അപകടകരമായ രീതിയിലുള്ള വൈദ്യുതി കമ്പികൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. എന്നാൽ CPM പ്രാദേശിക നേതാക്കളടക്കമുള്ള ആൾക്കാർ ഭരിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണിത്. ആ സ്കൂളിലാണ് ഇത്തരത്തിലുള്ളൊരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നതും. ആ ഒരു അനാസ്ഥയെ വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ചില ക്യാപ്സ്യൂളുകളൊക്കെ ആയിട്ട് തന്നെയാണ് അവിടുത്തെ മാനേജർ അടക്കമുള്ള ആൾക്കാർ ശാസ്താംകോട്ട ആശുപത്രിയിലേക്ക് എത്തിയത്. അത് ലജ്ജാകരം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. തന്നെയായാലും നിലവിൽ ഈ സ്കൂളിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, ശിശുക്ഷേമ സമിതിയുടെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആൾക്കാർ ഉണ്ട്. ഇപ്പോൾ BJPയുടെ പ്രവർത്തകർ അല്പസമയം മുമ്പ് പ്രതിഷേധവുമായും ഇവിടേക്ക് എത്തിയിരുന്നു. അവരൊക്കെ തന്നെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒക്കെ തന്നെ ആൾക്കാർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. എന്തൊക്കെ പ്രതിഷേധങ്ങളുണ്ടായാലും മറ്റു കാര്യങ്ങളുണ്ടായാലും ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഇനി ഉണ്ടാകാതെ നോക്കാമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇത് വരാതിരിക്കാനുള്ള നടപടിയായിരുന്നു സ്വീകരിക്കേണ്ടത്. ഇന്ന് രാവിലെ 9:15 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. 9:15 ഈ മിഥുൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി 7ാം ക്ലാസ് വരെ മറ്റൊരു സ്കൂളിലായിരുന്നു കുട്ടി പഠിച്ചിരുന്നത്. 8ാം ക്ലാസ്സിൽ ഈ വർഷമാണ് ഇവിടേക്ക് ഈ സ്കൂളിലേക്ക് പ്രവേശനം നേടിയത്. ഇന്ന് രാവിലെ കുട്ടി മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ നിന്ന് ചെരുപ്പ് കൊണ്ട് തട്ടിക്കളിക്കുകയായിരുന്നു. ആ സമയത്ത് മിഥുൻ്റെ ചെരുപ്പ്, ഇപ്പോഴും ആ ചെരുപ്പ് ആ സൈക്കിൾ ഷെഡിന് മുകളിലുണ്ട്. ആ ചെരുപ്പ് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണു. ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറിയ സമയത്ത് മഴയുള്ള സമയമായിരുന്നു. കാൽ തന്നെ താഴേക്ക് വീണു. താഴെ വീണ് പൂർണ്ണമായും മണ്ണിലേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടി ഒരു സഹായം എന്ന നിലയിലായിരിക്കാം ആ വൈദ്യുതി കമ്പിയിൽ പിടിച്ചത്. പക്ഷേ ആ സമയത്ത് വൈദ്യുതാഘാതമേറ്റ് മരണം സംഭവിക്കുകയായിരുന്നു. വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. നോക്കൂ, ഏറെ സ്വപ്നങ്ങളുമായി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുള്ള മിഥുൻ, എനിക്ക് തോന്നുന്നു ആ ഡ്രോയിങ് ബുക്ക് കാണുമ്പോൾ വരയ്ക്കാൻ നല്ല മിടുക്കനായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അവൻ്റെ ആ ഡ്രോയിങ് ബുക്കിൽ അവൻ വരച്ച ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ പുസ്തകങ്ങൾ എത്രയെത്ര സ്വപ്നങ്ങളുമായിരിക്കും അല്ലേ അവൻ ഓരോ ദിവസവും മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ നമ്മുടെ സംവിധാനത്തിൻ്റെ പിഴവാണ് ഈ മിഥുൻ്റെ 13 വയസ്സുകാരനായി മിഥുൻ്റെ ജീവൻ നഷ്ടമാകാൻ കാരണം. കൃത്യമായ നടപടികൾ. ഇത് ഇപ്പോൾ തന്നെ ഈ വാർത്ത വന്നതിന് ശേഷം നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ നിരവധി സ്കൂളുകളിൽ സമാനമായ സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞ് കുറേയധികം രക്ഷിതാക്കളുടെ പരാതി വരുന്നുണ്ട്. കൃത്യമായ പരിശോധന വിദ്യാഭ്യാസ വകുപ്പ് നടത്തേണ്ടതാണ്.